അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് തന്നെയെന്ന് കരുതണം. അതുവരെ പൊതുപ്രവർത്തകനായി അറിയപ്പെട്ടിരുന്ന ജനാബ് മുഹമ്മദ് ജമാലിൻ്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന ജനാബ് കക്കോടൻ മൂസാജിയുടെ അനുഭവസമ്പത്തും സെക്രട്ടറിയുടെ കർമ്മശേഷിയുമാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ WMOയെ സഹായിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള WMOയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയത് കമ്മിറ്റി അംഗങ്ങളുടെ സജീവ പങ്കാളിത്തവും ജനകീയ കൂട്ടായ്മയും പ്രവാസികളുടെ നിർലോഭമായ പിന്തുണയുമാണ്. ഗ്രോത്തിന് ആദ്യം ഇതിന് സ്ഥായിയായ ഒരുപാട് വരുമാനമുണ്ടായിരുന്നു. ആദ്യം ഒരുപാട് വനം സമ്പത്തൊക്കെ അതുപോലെ പാട്ടം കിട്ടുന്ന വയലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗവൺമെൻറ് ഈ ബില്ല് പാസ്സായിരുന്നു, കുടികളുടെ അവകാശ ബില്ല് പാസ്സായപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ ഏതാനും മഹാന്മാരായ ആളുകൾ അവർ സ്വന്തം വഹിച്ചിരുന്നു ചെലവ്. അവസാനമായി 1987 ഇതിൻ്റെ സെക്രട്ടറി നിര്യാതനായപ്പോൾ ഇതും ഒരു അനാഥമായി, ഈ സ്ഥാപനവും അനാഥമായി. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രം ഞാനൊന്ന് അറിയപ്പെട്ടിരുന്നു. അങ്ങനെ എന്നെ എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഞാൻ ഇതിൻ്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ വന്നപ്പോൾ ആകെ ഇവിടെ ശൂന്യതയാണ്. അവസാനം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഘട്ടം വന്നു. ജപ്തി നടപടികളും ഗ്രാൻഡ് വേറെ ചില ലോണുകൾ വാങ്ങിയതിലൊക്കെ ജപ്തി നടപടികൾ, ആന്വിറ്റിയുടെ ജപ്തി നടപടികളൊക്കെ വന്നു. സീയിങ് ഈസ് ബിലീവിങ് പറഞ്ഞില്ലേ. ആളുകളെ കൊണ്ടുവന്ന ഈ ദയനീയാവസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതാവുന്ന എല്ലാ മാന്യതകൾക്കും കത്തയച്ചു. അവർ 1988 ഫെബ്രുവരി 29 ഇവിടെ വന്നു. ഇവിടുത്തെ ദയനീയാവസ്ഥ, കുട്ടികൾക്ക് കിടക്കാൻ കീറപ്പായിൽ കിടക്കുന്ന അവസ്ഥയും തലേണ വെക്കാതെ ഇഷ്ടിക തലക്ക് വെച്ച് കിടക്കുന്ന അവസ്ഥയൊക്കെ അവർ കണ്ടപ്പോൾ, അതുപോലെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതിന് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത ഘട്ടത്തിൽ ഇത് മറ്റാളുകൾക്ക് കഴിച്ചു അവർ വന്ന് കണ്ടപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായി. ഏറ്റവും നല്ല സ്നേഹവും ആർദ്രതയും എല്ലാം ഉള്ളത് സ്ത്രീകളാണ്. അവരെ മാത്രം കാണിക്കുക. കുട്ടികൾക്കും ഒരു ആവേശമാണ് മാതാക്കന്മാർ ജ്യേഷ്ഠത്തിമാരോട് വന്ന് കാണുന്നത്. 1989 ജനുവരി 1 സ്ത്രീ സന്ദർശന പരിപാടി നടന്നു. 15,500 വനിതകളെന്ന് വന്നു. വൈകുന്നേരം വന്നപ്പോൾ നല്ല ഒരു സംഖ്യ സംഭാവനയായിട്ട് കിട്ടി. അതോടുകൂടി മാസപ്പിരിവ് വർദ്ധിച്ചു. പിന്നീട് ഇത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നേട്ടമുണ്ടായത് വിദേശത്തിൽ അവരുടെ ബന്ധുക്കൾക്ക് കത്തയച്ചു. അവരുടെ വിശദമായ വീട്ടുകാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ആദ്യം അവർ ഇവിടെ നേരിൽ കണ്ട ദയനീയാവസ്ഥ, കുട്ടികൾ പ്രയാസപ്പെടുന്ന ക്യൂവിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പാത്രത്തിൽ തന്നെ ചുപ്പിച്ചുള്ളിഞ്ഞ അലൂമിനിയം പാത്രത്തിൽ ചോറ് വിളമ്പുകയോ അതിൻ്റെ കറി എന്നെ പോലെ ഇരുന്ന് ഭക്ഷിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ അവിടെ എല്ലാം കമ്മിറ്റികളുണ്ടാക്കി. എന്നെ ഉപ്പ എന്ന് വിളിക്കുന്ന എനിക്ക് ഈ കുട്ടികളെ 760 കുട്ടികളെ പേരെടുത്ത് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് സ്നേഹം കൊടുക്കാൻ ഏറ്റവും കുറഞ്ഞ പേരെടുത്ത് വിളിക്കാനുള്ള യോഗ്യരായ ഒരു 25 കുട്ടികൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മളുടെ ഹോസ്റ്റൽസൊക്കെ തന്നെ ഇപ്പോൾ ഹോസ്റ്റൽ കയ്യേറിയതാണ്. അതിലൊരു മദർ ഉണ്ടാവണം. ഈ SOS വില്ലേജിലൊക്കെ ഉണ്ടാകുന്ന സമ്പ്രദായത്തിൽ ഏതാണ്ട് ഒറിജിനൽ ആവില്ലെങ്കിലും ഒരു കുടുംബ ചുറ്റുപാടുണ്ടാക്കണം. WMOയുടെ ലക്ഷ്യം തന്നെ ഫോസ്റ്റർ കെയർ എന്ന് പറയാം. ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ വീടാണ്. അപ്പോൾ ആ കുട്ടിക്ക് വീട്ടിന് ഒരു മാസത്തിൽ എത്ര സംഖ്യ വരുമോ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൂപ്പർവൈസ് ചെയ്യാനാണ്. നമ്മൾ പെട്ടെന്ന് സാധിക്കില്ല എങ്കിലും ഈ ഓർഫനേജ് കൂട്ടമായി കുട്ടികളുടെ ഡോമിറ്ററിൽ താമസിക്കുന്ന സമ്പ്രദായം മാറ്റണമെന്നാണ് ഞങ്ങളുടെ WMOയുടെ ലക്ഷ്യം. സാധിക്കുമില്ലെങ്കിലും അതിനെപ്പറ്റി നമ്മുടെ പ്രസിഡന്റ് പറയാറുണ്ടല്ലോ, ഡ്രീം വിച്ച് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഡീപ് തോട്ട്സ്, അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു ആക്ഷൻ എന്ന് പറയും. ആ ഒരു പ്രിൻസിപ്പിൾ കൂടി നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാത്കരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇതിൽ നമുക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ
ഈ സ്ഥാപനത്തിനോട് സ്നേഹമുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ സ്ഥാപനം എന്താണ്, ഇവിടെ എന്താണ് നടക്കുന്നത്, നമ്മുടെ കോടിക്കണക്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയാതെ, അവർക്ക് ഭക്ഷണം കഴിയാതെ തെരുവുകളിൽ കഴിയണം എപ്പോഴും അറിയുന്നതല്ലേ. അതിൽ ഏറ്റവും അർഹരായ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ ഇങ്ങനെ സ്നേഹവും ലാളനയും കൂടി വളർത്തിക്കഴിഞ്ഞാൽ ഇതിനൊരുപാട് സഹായങ്ങൾ എല്ലാ വിധത്തിലും സാമ്പത്തികമായി ലഭിക്കണം, മറ്റ് സേവനം കൊണ്ട് ലഭിക്കണം, വോളണ്ടിയേഴ്സ് വരാം. ഓർഫനേജിലെ ശമ്പളം പറ്റുന്നവർ മാത്രമല്ല, അല്ലാത്തവർക്കും വന്ന് ഈ കുട്ടികൾക്ക് ഏതെല്ലാം വിധത്തിൽ അവർക്ക് റിക്രിയേഷൻസ് കൊടുക്കാൻ കഴിയും അത് കൊടുക്കാനുള്ള ശ്രമം നടത്തണം. കുട്ടികൾ അവർ പാവം, അവർക്ക് എന്താണ്, എന്ത് തെറ്റുകൊണ്ടാണ് പിതാവ് മരിച്ചുപോയത്, നെഗ്ലക്റ്റഡായി സ്ട്രീറ്റിലേക്ക് വരാൻ കാരണം അവർ കുറ്റക്കാരല്ല. പക്ഷെ അവർക്ക് എല്ലാ കുട്ടിക്കും ഒരു അച്ഛനില്ല, അമ്മയില്ല, അല്ലെങ്കിൽ രക്ഷിതാവില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സമൂഹം വിട്ടവരുടെ ബാധ്യതയാണ്, അവരുടെ റൈറ്റാണ്. മെൻമേ കം ആൻഡ് മെൻമേ ഗോ ബട്ട് ഐ വിൽ ഗോ ഫോറെവർ എന്നൊരു നദിയെ സംബന്ധിച്ച് ഒരു കവി പാടിയതായിട്ട്. ആളുകൾ വരും, ആളുകൾ പോവും, പക്ഷേ സ്ഥാപനം എന്ന് നിലനിൽക്കും. ആ നിലനിൽക്കാൻ ഒരു ടീം അടുത്ത തലമുറയിലേക്ക് യുവാക്കളെ ഈ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. വാരാമ്പറ്റയിലെ ഗേൾസ് ഓർഫനേജിന്റെ ജനനം ഒരു യാദൃച്ഛികതയായിരുന്നില്ല. നിരാലംബരായ കുട്ടികളെ സഹായിക്കുകയെന്ന സ്വാഭാവികമായ WMOയുടെ ഇച്ഛാശക്തി ഒരു അനുകൂല സാഹചര്യത്തിൽ വാരാമ്പറ്റ ഗേൾസ് ഓർഫനേജായി വളരുകയായിരുന്നു. അഗതികളുടെയും അനാഥരുടെയും ഉന്നമനത്തിനായി ജീവിതം സ്വയം അർപ്പിച്ച TK പരീക്കുട്ടി ഹാജി ഒരു വീടും പറമ്പും WMOയ്ക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ അനാഥരായ ഒരുപാട് പെൺകുട്ടികൾക്ക് കയറിക്കിടക്കാനും പഠിക്കാനുമുള്ള ഒരു സ്ഥലം സാധ്യമാവുകയായിരുന്നു. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ദുരദുര മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദുരദുര മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം.